മലബാരി വാർത്ത 1 മിനിറ്റിൽ താഴെയുള്ള AI വീഡിയോയിലൂടെ അമേരിക്കയ്ക്ക് ശക്തമായ സന്ദേശം നൽകി ഇറാന്. മേഘങ്ങൾക്കിടയിലൂടെ ഉയർന്നുവരുന്ന ഒരു മിസൈൽ നിമിഷങ്ങൾക്കുള്ളിൽ അമേരിക്കന് സാമ്രാജ്യത്തിന്റെ പ്രതീകമായ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ ചെന്നു ഇടിക്കുകയും അമേരിക്കയുടെ അദ്വേഷത്തിന്റെ ചിഹ്നം കൂടിയായ പ്രതിമനിലം പരിശാക്കുന്ന വീഡിയോ ലക്ഷങ്ങളാണ് കണ്ടത്. തകർന്നു വീണ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ തലക്ക് പകരം പുരാതന ദുഷ്ടദേവനായ ബാലുദേവന്റെ തലയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. എന്താണ് ബാല് എന്ന് പറയാം. സെമിറ്റിക്കുകൾ പുരാതന കാലത്ത് ബാൽദേവൻ എന്ന പേരിൽ പ്രത്യേക വിഗ്രഹം വെച്ച് പൂജിച്ചിരുന്നു. ലെബനാനിലെ ഫിനീഷ്യന് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദേവനായിരുന്നു ബാൽ. ബാബിലോൺ മുതൽ ഈജിപ്ത് വരെ ബാൽ പൂജ വ്യാപിച്ചിരുന്നു. ഇസ്രായേലിയരുടെ ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിന് ശേഷം ഫലസ്തീനിലും പൂർവ്വ ജോർദാനിലുമായി അവർ വാസം ഉറപ്പിച്ചു. അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹാരാധികളിൽ നിന്നും പതിയെ ഇസ്രായേലികളിലേക്ക് ബാൽ പൂജ കടന്നു വന്നുവെന്നും അവർ സൃഷ്ടാവായ ദൈവത്തെ മറന്നു ബാലിനെ പൂജിച്ചുവെന്നും ബൈബിൾ തന്നെ പറയുന്നു. അമേരിക്കയുമായി ബന്ധപ്പെട്ട ഭൂതകാലവും വർത്തമാനകാല സംഘർഷങ്ങളും ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ദീർഘകാലമായുള്ള രോഷത്തിന്റെ ഒരു കഥയാണ് വീഡിയോയിൽ കാണുന്നത്. വ്യത്യസ്ത ദൃശ്യങ്ങളിലൂടെ നിരവധി രാജ്യങ്ങൾ അമേരിക്കൻ സൈനിക നടപടികളിൽ നിന്ന് കഷ്ടപ്പെട്ടതായും അവരുടെയെല്ലാം പ്രതികാരത്തിന്റെ അന്തിമ പ്രതീകാത്മക പ്രവൃത്തിയിലേക്ക് ഇറാന് നീങ്ങുന്നതായും ഇത് കാണിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തില് വടക്കേ അമേരിക്കയിലെ തദ്ദേശീയ ഭൂമികളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് വീഡിയോ ആരംഭിക്കുന്നതിനു ശേഷം ജപ്പാനിലെ ഹിരോഷിമയിലേക്ക് മാറുന്നു. രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് US ആണവ ബോംബാക്രമണത്തെ ഉണർത്തുന്ന അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കുട്ടി നിൽക്കുന്നു. പിന്നീട് മിസൈല് വിയറ്റ്നാമിലേക്ക് നീങ്ങുന്ന യുദ്ധസമയത്ത് US നടത്തിയ ആക്രമണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പുക നിറഞ്ഞ ഒരു വയലിൽ നിൽക്കുന്ന ഒരാളെ കാണിക്കുന്നു. അതിനുശേഷം യമനിൽ ആക്രമണത്തിന്റെയും നശിപ്പിക്കലിന്റെയും പുക ഉയരുന്നതിന്റെയും ദൃശ്യങ്ങൾ US പിന്തുണയുള്ള സൈനിക ഇടപെടലിനെ പരാമർശിച്ചുകൊണ്ട് ഈ പരമ്പര തുടരുന്നു. ഗാസയിൽ ഇരുള് മൂടിയ ആകാശത്തിന് കീഴെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നു. പലസ്തീനിലെ തുടർച്ചയായ സംഘർഷത്തെ പ്രതിഫലിപ്പിക്കുന്നു. ഗാസയില് US ആയിരുന്നല്ലോ ഇസ്രയേലിന്റെ പ്രധാന സഖ്യകക്ഷിയായി നിന്നതും ഫലസ്തീനികളെ കൊന്നൊടുക്കാന് കൂട്ടുനിന്നതും. ഓരോ രംഗത്തിലും അവിടെയുള്ള പ്രതീകങ്ങളായ ആളുകള് ആകാശത്തേക്ക് നോക്കുന്നു. അവർക്ക് മുകളിലൂടെ ഇറാന് തൊടുത്തുവിട്ട മിസൈല് അമേരിക്ക ലക്ഷ്യമാക്കി പോകുന്നത് കാണുമ്പോൾ അവിടെയൊക്കെ പ്രതികാര മുഖഭാവം വീഡിയോയില് ചിത്രീകരിക്കുന്നു. പിന്നീട് വീഡിയോ എപ്സ്റ്റീൻ ദ്വീപിലേക്ക് മാറുന്നു. അവിടെ ശിക്ഷിക്കപ്പെട്ട ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ സ്വകാര്യ ദ്വീപിനടുത്തുള്ള ഒരു കുഞ്ഞു ബാലികയെ കാണിക്കുന്നു. ഡൊണാൾഡ് ട്രംപും നിരവധി US ഉന്നതരും ഉൾപ്പെട്ട കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക വിവാദങ്ങളെ പരാമർശിക്കുന്നതാണ് ഈ ചിത്രീകരണം. വീഡിയോ പിന്നീട് തെക്കൻ ഇറാനിലെ മിനാബിലേക്ക് മാറുന്നു. അവിടെ ഒരു സ്കൂൾ വിദ്യാർത്ഥിനി ദേശീയ പതാകയുമായി ഒരു മുറ്റത്ത് നിശബ്ദമായി നിൽക്കുന്നു. ആദ്യം ആ നിമിഷം ശാന്തമായി തോന്നുമെങ്കിലും അത് കൂടുതൽ ഗൗരവമേറിയ അർത്ഥം വഹിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും കൂടി നഗരത്തിലെ പെൺകുട്ടികളുടെ സ്കൂളിൽ നടന്ന മാരകമായ മിസൈൽ ആക്രമണത്തെ പരാമർശിക്കുന്നു. 160-ൽ-അധികം പെൺകുട്ടികളെ കൊന്നൊടുക്കിയ ഈ ആക്രമണത്തില് ടോമാഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചാണ് US ആക്രമണം നടത്തിയതെന്ന് ആരോപിക്കപ്പെടുന്നു. 2020-ൽ ബാഗ്ദാദിൽ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാനിയൻ ജനറൽ ഖാസിം സുലൈമാനിയെ ഈ ക്ലിപ്പിൽ പ്രാധാന്യത്തോടെ അവതരിപ്പിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി മിസൈൽ വിക്ഷേപിക്കുന്നതിലേക്ക് നോക്കുന്ന ദൃശ്യങ്ങൾ ഇതിന് പിന്നാലെയുണ്ട്. ഫെബ്രുവരി 28-ന് നടന്ന US ഇസ്രായേൽ ആക്രമണത്തിലാണ് അലി ഖമേനി കൊല്ലപ്പെട്ടത്. വീഡിയോയുടെ അവസാന നിമിഷങ്ങളിൽ ഒരു മിസൈൽ വിക്ഷേപണം കാണിക്കുന്ന മേഘങ്ങളിലൂടെ സഞ്ചരിച്ച് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിൽ ഇടിക്കുമ്പോൾ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഷോട്ടിലേക്ക് അത് മാറുന്നു. പ്രതിമയുടെ തലക്ക് മാറ്റം വരുത്തിയിരിക്കുന്നു. അതിന്റെ തലയ്ക്ക് പകരം ദുഷ്ടദേവനും അക്രമത്തിന്റെ മൂർത്തിയുമായ ദുഷ്ടശക്തികളുമായി ബന്ധപ്പെട്ട ഒരു ബിംബമായ ബാലിന്റെ തല അതില് സ്ഥാപിച്ചിരിക്കുന്നു. ഇതിന് വളരെ അധികം പ്രാധാന്യം കാണിക്കുന്നുണ്ട്. ഈ പ്രതിമ കൂട്ടിയിടിയിൽ നശിപ്പിക്കപ്പെടുന്നു. ഇത് വീഡിയോയുടെ കേന്ദ്ര സന്ദേശം പ്രതികാരമായി പൂർത്തിയാക്കുന്നു. എല്ലാവർക്കും ഒരു പ്രതികാരമെന്ന സന്ദേശമായി അറിയിക്കുന്നു. ബൈബിൾ ഗ്രന്ഥങ്ങളിൽ പുരാതന ദേവനായ ബാലിനെ നെഗറ്റീവായി ചിത്രീകരിച്ചിരിക്കുന്നു. വിഗ്രഹാരാധനയുമായും ദുഷ്ടശക്തി ആരാധനയും ഇത് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. കാലക്രമേണ ആധുനിക സന്ദർഭങ്ങളിൽ അധികാരം, അഴിമതി അല്ലെങ്കിൽ അധാർമികതയോടുള്ള ധാർമ്മിക സംഘർഷം എന്നീ വിഷയങ്ങൾ ഉണർത്താൻ ബാലിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. 1979-ല് ഇറാനില് നടന്ന ഇസ്ലാമിക വിപ്ലവത്തിന്റെ വാർഷിക ആഘോഷ പരിപാടികളില് ബാലിന്റെ പ്രതിമയ്ക്ക് തീയിട്ട ഇറാനിലെ സംഭവം വിവിധ അന്താരാഷ്ട്ര വാർത്താ മീഡിയകള് വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നു. മലബാരി വാർത്ത